സംഭവം എന്താണെന്ന് മനസ്സിലായോ? ഞാനെന്താ ഈ ഒരു ചപ്പാത്തിയും കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ചിന്തിക്കുന്നവരുണ്ടാവില്ലേ, ചപ്പാത്തിയൊക്കെ ആർക്കാ ഉണ്ടാക്കാൻ അറിയാത്തവർ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ്. ഞാൻ ഉസ്താദുമാരുടെ ചിലവുള്ള ദിവസം എന്നുള്ള വീഡിയോ ഇട്ടതിൽ ഒരുപാട് പേര് ചപ്പാത്തിയുടെ റെസിപ്പി കാണിക്കുമോ, നല്ല സോഫ്റ്റായിട്ട് എങ്ങനെ പൊങ്ങി വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ ഉമ്മ പഠിപ്പിച്ചിട്ടുള്ള മെത്തേഡിലാട്ടോ ഞാൻ ചെയ്യാറ്. അത് എങ്ങനെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് വെള്ളം ആദ്യം ഒന്ന് തിളപ്പിക്കാൻ വെക്കണം. നമ്മൾ എത്രയാണോ പൊടി എടുക്കുന്നത് അതിൻ്റെ പകുതിയാണ് കേട്ടോ വെള്ളം എടുക്കേണ്ടത്. ഗോതമ്പ് പൊടിൻ്റെ പകുതി എടുക്കണം. ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. അതിന് 1 കപ്പ് വെള്ളമാട്ടോ തിളപ്പിക്കാൻ വെക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ചിലർ പച്ചവെള്ളത്തിൽ കുഴക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ച് കഴിഞ്ഞുമ്പോൾ ഹാർഡായി പോകും കേട്ടോ. പിന്നെ ചൂടുവെള്ളം ഗോതമ്പ് പൊടിയിലേക്ക് ഇട്ടിട്ട് അങ്ങനെ കുഴച്ചെടുക്കാറുണ്ട്. പക്ഷെ അതിലാരൊക്കെ ഇത് ഈ രീതിയിൽ ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാട്ടോ ഞാൻ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്ട് മിക്സ് ചെയ്തെടുത്താൽ പത്തിരിക്കൊക്കെ കുഴക്കുന്ന പോലെ ഓവറായിട്ട് സോഫ്റ്റായിട്ട് പോകും. ഓവറായിട്ട് സോഫ്റ്റായി പോയാലും ഇപ്പോൾ ചപ്പാത്തി വലിയ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. എന്നിട്ട് ഇതുപോലെ ഒരു ട്രേയിലേക്ക് ഇത് മാറ്റിയിട്ട് ചൂടോടുകൂടെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ചപ്പാത്തിക്ക് പത്തിരിയുടെ ഒന്നും പോലെ ഒരുപാട് ടൈം ഇട്ട് കുഴച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ അത് സോഫ്റ്റായിട്ട് വരും. പിന്നെ അതിൻ്റെ മുകളിലേയും കുറച്ച് ഓയിലൊന്നും ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇത് ബോൾസ് ആക്കി എടുക്കുന്നതിന് മുന്നേ ആയിട്ട്. എന്നിട്ട് നമുക്ക് എത്ര വലുപ്പത്തിലുള്ള ചപ്പാത്തി വേണോ അതിനനുസരിച്ച് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഈ ഒരു 2 കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഞാനിവിടെ ഒരു 11 ബോൾസായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ചെയ്യുന്നത് നമുക്ക് നേരിട്ട് പരത്തിയെടുക്കുക എന്തെങ്കിലും ചെയ്യാം. ഞാൻ ചെയ്യാറ് ഇതുപോലെ പൂരി പ്രസ് ഉണ്ടല്ലോ, അതിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി എടുക്കും കേട്ടോ. കുറച്ചങ്ങ് വലുപ്പമാക്കി കൊടുത്താൽ പിന്നെ പരത്താൻ ഈസിയാണല്ലോ. അതുപോലെ തന്നെ ചപ്പാത്തി പരത്തുന്നത് കറക്റ്റ് ഷേപ്പിൽ കിട്ടാത്തവർക്കൊക്കെ പറ്റിയിട്ടുള്ള മെത്തേഡ് കേട്ടോ. ഞാൻ ഫസ്റ്റ് മുതലേ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. ആദ്യം ഇതുപോലെ അങ്ങ് പരത്തിയെടുക്കും. ഈ ഒരു വലുപ്പത്തിൽ പരത്തിയെടുക്കും കേട്ടോ. പിന്നെ ജസ്റ്റ് ഒന്ന് നമ്മൾ പരത്തി കൊടുത്താൽ മതിയല്ലോ പൊടി ഇട്ടിട്ട്. അപ്പോൾ അതെല്ലാം അതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഇത് തട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പൊടി അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടിയിൽ നമ്മൾ ചപ്പാത്തി പരത്തി എടുക്കുന്ന സമയത്ത് ഒന്നുകൂടെ പരത്താൻ ഈസി ആയിരിക്കും കേട്ടോ അത് പരത്തുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും അരിപ്പൊടി വെച്ചിട്ട് തന്നെയാണ് ചെയ്യൽ. ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. പിന്നെ നമ്മളിപ്പോൾ ആ ഒരു ഇതിൽ തന്നെ ചില കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇതെങ്ങനെയാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാമെന്ന്. അപ്പോൾ ഇതുപോലെ പത്തിരിപ്പൊടിയിൽ പരത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ ഇതുപോലെ പരത്തിയിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ടിട്ട് മുകളിലൊരു കോട്ടൺ തുണി വെച്ചിട്ട് വിരിച്ചിട്ട് അടച്ചു വെച്ചിട്ട് സൂക്ഷിക്കാം കേട്ടോ. പക്ഷേ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നിങ്ങൾ പരത്തുന്നതെന്നുണ്ടെങ്കിൽ പരസ്പരം ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു തവ വെച്ചിട്ടുണ്ട്. തവ നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് ഓരോ ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ചപ്പാത്തി ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അപ്പം തന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. ഈ ഒരു മറിച്ചിട്ട് രണ്ടാമത്തെ മറിച്ചിടലിനാണ് കേട്ടോ. നമ്മൾ പത്തിരിയൊക്കെ ചൂടുന്ന പോലെ തന്നെയാണ്. രണ്ടാമത്തെ മറിച്ചിലാണ് കുറച്ച് ടൈം, ഒരു 2 മിനിറ്റെങ്കിലും എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചെറിയ ബബിൾസ് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അങ്ങ് മൂന്നാമതായിട്ട് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചപ്പാത്തി ആണെങ്കിലും പത്തിരി ആണെങ്കിലും ആകെ 3 തവണ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതെല്ലാം നമ്മൾ കുറേ തവണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടിട്ട് ചെയ്യുന്നവർ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരില്ല കേട്ടോ. അപ്പോൾ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ ചപ്പാത്തി എൻ്റെ പത്തിരി പൊങ്ങി വരാറില്ല എന്ന്. അതിൻ്റെ റീസൺ ഇതാണ്, നമ്മൾ ഒരുപാട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് മറിച്ചിട്ട് കൊടുത്താൽ ഇതുപോലെ പൊങ്ങി കിട്ടൂല. ആകെ 3 തവണ ഇതുപോലെ ചെയ്തെടുത്താൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ പാനിനും നല്ല ചൂടുണ്ടാവുകയും വേണം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ചെയ്തെടുത്താൽ നിങ്ങൾക്കും അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടുകയും ചെയ്യും. ഈ രീതിയിലാണ് നിങ്ങൾ ചപ്പാത്തി റെഡിയാക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം വരെ ഇത് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പൊടിയിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നതിലാറൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ ഈ രീതിയിൽ ചെയ്തെടുത്താൽ മതി. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക.